ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് തന്നെ മലയാളികളുടെ കണ്ണിലുണ്ണിയായിരുന്നു അനുമോൾ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അനുമോൾക്ക് കിട്ടിയിരുന്ന അത്രയ്ക്ക് സ്നേഹം ഇപ്പോഴത്തെ സീസണിലെ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് തറപ്പിച്ചു തന്നെ പറയാനാവും. ആ ഒരു സ്നേഹം കളയാതിരിക്കാനുള്ള കളികളെല്ലാം ബിഗ് ബോസിനകത്തും അനുമോൾ കളിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. തുടക്കം മുതൽ തന്നെ നല്ല രീതിയിൽ ചിന്തിച്ചു തന്നെയാണ് അനു ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യം തൊട്ടാവാടി ഇമേജുമായിട്ടായിരുന്നു അനുമോളെ ബിഗ് ബോസിൽ കാണാൻ കഴിഞ്ഞിരുന്നത്. എന്തു പറഞ്ഞാലും കരഞ്ഞിരുന്നു. എന്നാൽ പോകെ തുടക്കത്തിൽ തന്നെ വെറുപ്പിച്ചിരുന്ന അനീഷിനെ പോലും പിന്തള്ളിക്കൊണ്ട് അനുമോൾ തൻ്റെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ ഏറ്റവും ചർച്ചാ വിഷയമായി പ്രേക്ഷകർക്കിടയിൽ നിൽക്കുന്നത് ഇപ്പോൾ അനുമോളാണ്. ആദ്യത്തെ ആഴ്ച അനീഷായിരുന്നു ഈ പദവി വഹിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും അനുമോളുടെ പേര് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസം മോഹൻലാൽ വന്ന വീക്കെൻഡ് എപ്പിസോഡ് അടക്കമുള്ളവയിൽ ജിസേലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അനുമോൾ ഏറെ വിമർശനം കേട്ടിരുന്നു. അനുമോൾക്ക് ഇത്രയ്ക്ക് ജനപ്രീതി കിട്ടാൻ കാരണം ഈ സീസണിന്റെ തുടക്കം മുതൽ ബിഗ് ബോസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുകയും മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും ഒക്കെ ചെയ്ത ജിസേലിന്റെ തെറ്റുകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാണിച്ചത് അനുമോൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. മറ്റു പല മത്സരാർത്ഥികളും നിലനിൽപ്പിന്റെ ഭാഗമായി അതിനെ തഴഞ്ഞപ്പോൾ ധൈര്യപൂർവ്വം ജിസേലിനെ നേരിടാൻ അനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതിനുശേഷം തുടങ്ങിയ അനുമോൾ ജിസേൽ പോരാട്ടം പിന്നീട് കയ്യാങ്കളിയും ഭീഷണിയും വരെ എത്തിയിരുന്നു. ജിസേലുമായുള്ള ഈ തർക്കം ഒന്നുകൊണ്ട് മാത്രം കൂടുതൽ പ്രേക്ഷകരും അനുമോളുടെ നിലപാടിലെ വിട്ടുവീഴ്ചയില്ലായ്മ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് എന്നത് അനുമോളുടെ പ്രേക്ഷക പിന്തുണ വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ജിസേൽ ഇപ്പോഴും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് തൻ്റെ സ്ട്രാറ്റജി കൃത്യമായി നടപ്പാക്കുമ്പോൾ അനുമോൾ ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്നില്ലെന്നതും അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ അനുമോൾ പോരാടി മുന്നോട്ട് പോകുമ്പോൾ കൂടെ നിന്ന് ഒരാൾ തന്നെ ഒച്ചി എന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത്. തുടക്കം മുതലുള്ള എപ്പിസോഡുകളിൽ അനുമോളുടെ വാലായി നിന്നിരുന്ന കോണ്ടസ്റ്റന്റ് ആയിരുന്നു ശൈത്യ. അനുമോളുടെ പിണക്കം തീർക്കാൻ ഇടപെടുന്നതും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നതും ഒക്കെയും ശൈത്യയായിരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതുമാണ്. അനുമോളുടെ വലങ്കൈ എന്ന് വിശേഷിപ്പിക്കാൻ പോകുന്ന ഒരാൾ, അങ്ങനെയുള്ള ശൈത്യയാണ് ഇപ്പോൾ അനുമോളെ തള്ളി പറഞ്ഞിരിക്കുന്നത്. ശൈത്യ ജിസേലിന്റെ അടുത്ത് ചെന്നിരുന്നു കൊണ്ട് ഇല്ലാ കഥകൾ മെനയുന്നതാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ജിസേലിന്റെ ഫൗണ്ടേഷന്റെ കാര്യം അനു പറഞ്ഞപ്പോൾ മാത്രമാണ് അറിഞ്ഞത് എന്നും മൊണ്ണകൾ എന്ന് അനു പറഞ്ഞപ്പോഴും ഞാൻ അവൾ പറയുന്നതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്നും അവൾ അതിനു മുൻപ് തന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ശൈത്യ പറയുമ്പോൾ ശൈത്യയുടെ നിന്ന നിൽപ്പിലുള്ള ഈ മനം മാറ്റത്തിൽ അനുമോളുടെ ആരാധകർ മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ്. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 മറ്റു സീസണുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണെന്നത് പറയാതെ വയ്യ. ഓരോ എപ്പിസോഡുകൾ പിന്നിടുമ്പോഴും അത് വളരെ വ്യക്തമാണ്. ഒട്ടും മയമില്ലാത്ത തരത്തിലുള്ള പുതിയ ടാസ്കുകളൊക്കെ പ്രേക്ഷകരെ മുഷിപ്പിക്കുന്നുണ്ടെങ്കിലും എന്തോ ഒരു അട്രാക്ഷൻ സീസൺ 7 ഉണ്ടെന്ന കാര്യം മാത്രം തീർച്ചയാണ്.